ഏകദേശം നമുക്ക് അന്നും അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളുമായിട്ട് നമുക്ക് അതിന്റെ പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്യാൻ സാധിച്ചു. അപ്പൊ ഇതിവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നമ്മൾ ചന്ദനം കൃഷിയിൽ ചെറുതായിട്ട് തുടങ്ങി വെച്ചു. അവിടെ നിന്ന് പതുക്കെ ടൂറിസത്തിലേക്ക് കടന്നു. റിയൽ എസ്റ്റേറ്റ് അതിന്റെ കൂടെ തന്നെ വളർന്നു വരുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗിലേക്ക് കടന്നു. ഇനി ഈ 2026 എന്ന് പറയുന്ന ഒരു വർഷം ഇനിയും അനൗൺസ് ചെയ്യാൻ കിടക്കുന്ന നിരവധി പ്രൊജക്ടുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറച്ചു മുമ്പത്തെ എന്നോട് ചോദിച്ചു, ആരൊക്കെ എന്നോട് ചോദിച്ചു ഈ വർഷത്തെ ടാർഗറ്റ് എന്താന്ന് ചോദിച്ചു, ഗോള്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വർഷം എന്തായാലും 5 പ്രോജക്റ്റിൽ കൂടുതൽ അനൗൺസ് ചെയ്യാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 പ്രോജക്റ്റിൽ കൂടുതൽ പുതിയതായിട്ട് അനൗൺസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചോളാം. അതാണ് എൻ്റെ ഈ വർഷത്തെ 2026 എൻ്റെ ഗോൾ, എൻ്റെ ടാർഗറ്റ്. അപ്പൊ എന്തായാലും ഈ 2026 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധിയോടെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ചെറിയ ഇൻവെസ്റ്റേഴ്സിനും വലിയ ഇൻവെസ്റ്റേഴ്സിനും മീഡിയം ഇൻവെസ്റ്റേഴ്സിനും എല്ലാവർക്കും അവരുടെ കയ്യിലുള്ള പണം ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷി, ടൂറിസം പോലുള്ള മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ആ പണത്തെ എത്രയും വേഗം പല മടങ്ങ് വർദ്ധിപ്പിച്ച് ഞങ്ങൾ സമ്പന്നതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കൂടെ നിങ്ങളെയും ചേർത്ത് ഒരുമിച്ച് വളർന്ന് പന്തലിച്ച് നമുക്ക് എല്ലാവർക്കും കേരളത്തിന്റെ മുഖച്ഛായ, വയനാടിന്റെ മുഖച്ഛായ, എന്തിന് നമ്മുടെ ഇന്ത്യയുടെ തന്നെ സമ്പദ്ഘടനയെ തന്നെ കാര്യമായ രീതിയിൽ മാറ്റം വരുത്താനുള്ള ഓരോ കണ്ണികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ജൈത്രയാത്ര തുടരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.